ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഷുമ്മുൻ്റെ വീട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ നാത്തുവിൻ്റെ വക സ്പെഷ്യൽ മന്തി ഉണ്ടാക്കി തന്നിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസേ വേണ്ടുള്ളൂ. ഓവർ അങ്ങനെ മസാല കൂടുതലായിട്ടുള്ളൊരു മന്തിയല്ല, എന്നാലും ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മന്തി എൻ്റെ നാത്തൂന്, അതായത് ഷുമ്മുൻ്റെ പെങ്ങളാണ് കേട്ടോ, ഫാത്തിമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മന്തി മസാല നിർബന്ധമാണ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ മാഗി ചിക്കൻ സ്റ്റോക്കില്ലേ അതെടുത്തിട്ടുണ്ട് 2 എണ്ണം, പിന്നെ ഒരു 2 ഇഞ്ച് സൈസ് വരുന്ന പട്ടയും 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ഫെന്നൽ സീഡ്സും ക്യുമിൻ സീഡ്സുമാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഏലക്കായ, പിന്നെ 2 ബേ ലീഫ്, പിന്നെ മുഴുവൻ കുരുമുളകില്ല അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ലെമണും ഫുഡ് കളറും, റെഡ് ഫുഡ് കളറും എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഫുഡ് കളർ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അതിനുശേഷം എടുത്തിട്ടുള്ളത് നമ്മൾ ചിക്കന് ഏകദേശം ഒരു 1,400 വെയിറ്റ് വരുന്ന ഒരു ചിക്കൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ, എങ്കിലേ മസാല പിടിച്ച് കിട്ടുള്ളൂ. അഥവാ നിങ്ങൾ കഴുകിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ വെള്ളം നന്നായിട്ടൊരു കോട്ടൺ തുണിയൊക്കെ വെച്ച് ഒപ്പിയെടുക്കണേ. ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ മസാല റെഡിയാക്കുന്ന ടൈമിൽ. എന്നിട്ട് ഇതുപോലെ പാത്രത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഒരു ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ മസാല പിടിച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുത്തിക്കൊടുത്ത് എല്ലാം ഒന്ന് പാത്രത്തിൻ്റെ ഒന്ന് ലെവൽ ചെയ്തിട്ട് അടിഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് തട്ടുന്ന രീതിയിൽ വെക്കാതിരിക്കുന്നതാണ് മന്തി റെഡിയാക്കുമ്പോൾ നല്ലത്. കുറച്ചൊരു വലിയ പാത്രത്തിൽ ചെയ്യുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കറക്റ്റ് അളവിൽ എടുത്ത് വെച്ചാണ് കേട്ടോ. ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്കില്ലേ മാഗി ക്യൂബ് അത് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ക്യൂബിൻ്റെ സ്റ്റോക്കിൻ്റെ അനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് വേണ്ടത് ഏകദേശം ഒരു 1/4 കപ്പ് ഓയിൽ വേണം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കന് നിങ്ങൾ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് കുറക്കുക കൂട്ടുക ചെയ്യുക. അതുപോലെ തന്നെ റൈസ് എടുക്കുന്നതിനനുസരിച്ചൊക്കെ മാറ്റം വരും കേട്ടോ ടേസ്റ്റിൽ. അപ്പോൾ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മന്തി മസാല ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ തിരുമ്മി കൈ വെച്ചിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഈ ഒരു മന്തിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത നമ്മൾ ക്യാപ്സിക്കം, സവാള, തക്കാളി അങ്ങനത്തെ ഒരു ഐറ്റംസും ഇടുന്നില്ല. ചെറിയൊരു മസാലയല്ലേ റെഡിയാക്കുന്നു, പക്ഷേ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഓവർ മസാല കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ മന്തി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഫാത്തിമ തന്നെയാണ് കേട്ടോ. എല്ലാ പരിപാടിക്കും മന്തി അവളുടെ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്ത് ഇതുപോലെ മല്ലിയിലയും കുറച്ച് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. പക്ഷേ ഇവളുടെ മന്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചിക്കൻ ഇതുപോലെ മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കലൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നമ്മളിവിടെ നിന്ന് അങ്ങനെ തന്നെ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ് ഈ മന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഫാത്തിമ ഇവിടുന്ന് റൈസ് വേവിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലോ മന്തിയുടെ സെല്ല ബസ്മതി റൈസ് ഏകദേശം 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടേനെ. കുതിർന്നതിന് ശേഷം അവിടെ വേവിക്കുന്നുണ്ട് അവൾ. ആ ഒരു ടൈമിൽ ഞാനിവിടുന്ന് നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള മയോണൈസും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചട്നി ഇല്ലേ അത് 2 റെഡിയാക്കി വെക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലോ, പിന്നെ എപ്പോഴും കാണിക്കണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട്, അതുകൊണ്ട് കാണിക്കായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരി കണ്ടില്ലേ ഇവിടുന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇടുന്ന ഐറ്റംസ് എല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഒരു 2-3 ഏലക്കായ, ഗ്രാമ്പൂ, ഫെന്നൽ സീഡ്സ്, ക്യുമിൻ സീഡ്സ്, ഡ്രൈ ലെമൺ, ബേ ലീഫ്, ഉപ്പ്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ചൊരു 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റൈസും വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ വേവിച്ചിട്ടാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കുക. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ സാധാരണ അരി ഊറ്റിയെടുക്കാറ് അതുപോലെ തന്നെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ, വൈറ്റ് റൈസാണ്. ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫാത്തിമ അവിടുന്ന് റൈസെല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ചിക്കനും ഏതാണ്ട് സെറ്റായി കേട്ടോ. നല്ലപോലെ വെന്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. വെന്തതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കുക, 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ആവി വറക്കുന്നുണ്ട്, ശരിക്കും ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടേണ്ട പരിപാടിയാണ് കേട്ടോ. ആ ടൈമിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലേ, ഈ ഒരു രീതിക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചിക്കനിൽ ഓവറായിട്ട് എണ്ണ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റണേ. അത് അവൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ദം ചെയ്തിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അടിയിൽ തന്നെ ഓവർ കിടക്കണ്ട. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദം ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെയറായിട്ട് തന്നെ ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഫുഡ് കളർ ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് റെഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞളും കലക്കിയെടുത്തിട്ടുണ്ട്. മഞ്ഞളിന് പകരം യെല്ലോ ഫുഡ് കളറായാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റൈസ് ചിക്കൻ ഊറ്റി വെച്ചിട്ടുള്ള നെയ്യ്, അതായത് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള റൈസില്ലേ അത് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഡ്രൈ ലെമൺ അതുപോലെ തന്നെ പട്ട സംഭവങ്ങളൊക്കെ ഇല്ലേ, കുരുമുളക് കാര്യങ്ങൾ, അതൊന്നും കളയണ്ട കേട്ടോ. എല്ലാം ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇട്ടത്. ഡ്രൈ ലെമൺ നിർബന്ധമായിട്ട് വെക്കണേ ദം ചെയ്യുമ്പോൾ, എങ്കിലേ ആ ഒരു ദമ്മൊക്കെ പൊട്ടിച്ച് ആ ഒരു ഫ്ലേവറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക റൈസ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫുഡ് കളറില്ലേ, റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും അതുപോലെ തന്നെ ആ മഞ്ഞൾ കലക്കിയതും രണ്ടും അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇടവിട്ടിട്ട് ആ ഒരു മഞ്ഞയും റെഡൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഓറഞ്ച് കളറൊക്കെ കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ ആ ഡ്രൈ ലെമണില്ല, മസാലയിൽ ഉണ്ടായതും റൈസിലുണ്ടായതും 2 ഡ്രൈ ലെമണാണ് ഇട്ടിട്ടുള്ളത്. രണ്ടും ഇതിൽ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നീളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇതുപോലെ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ ദം പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു മണവും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് സ്റ്റീൽ ബൗളിൽ 2-3 പീസ് ചാർക്കോൾ ഇതുപോലെ കനലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പുക വരും. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അടപ്പ് ടൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒട്ടും തന്നെ ആ ഒരു പുകയൊന്നും പുറത്ത് പോകാൻ പാടില്ല, നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ദം ചെയ്തെടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ വരും, സെറ്റാവുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അടുപ്പ് തുറന്നിട്ടുള്ളത്. അതപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചാർക്കോളിൻ്റെ ബൗളൊക്കെ ഞാൻ പതുക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൈസ് മുകൾ ഭാഗത്ത് നിന്ന് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് എല്ലാ കളേഴ്സുമായിട്ട്. ഇനിയിപ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ചൊരു സൗകര്യക്കുറവുള്ളത് കൊണ്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കനും അടിയിലുള്ള ആ ഒരു ഗ്രേവി കാര്യങ്ങളൊക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലേ ആ ഒരു റൈസിലും കൂടി ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, ചിക്കനൊന്നും ഒട്ടും ഉടയാത്ത രീതിയിൽ. അപ്പോൾ ചിക്കൻ ഓവർ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചിക്കനെ മാത്രം ഒന്ന് എടുത്തിട്ട് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് റൈസ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. നമ്മളിതിപ്പോൾ അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്, ഒരിക്കലും ഫ്ലോപ്പായില്ല. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും, സിമ്പിളല്ലേ. പിന്നെ പെട്ടെന്ന് റെഡിയാകും കേട്ടോ. എന്താണെന്ന് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ടൈം കൊണ്ട് റൈസും ചിക്കനൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിനി ഇത് കഴിക്കാൻ പോക്കാണ് കേട്ടോ. നമ്മൾ രാത്രിയത്തെ ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മയോണൈസും നമ്മുടെ തക്കാളി ചട്നി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തിടങ്ങാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്